ഞാൻ ഇന്നലെ 11 മണിക്കാണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടത്. അത് ആക്ച്വലി ഞാനത് കഴിഞ്ഞ് ആരോ അവിടുത്തെ ഒരു ഭാരവാഹി ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. പക്ഷെ എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും വലിയൊരു വേദന ഉണ്ടാക്കുന്നത്. കാരണം അത്രയും അതുപോലുള്ള ആരാണെങ്കിലും അന്തരിച്ചതിന് ശേഷം അത്രയും അപമാനിക്കുന്ന രീതി ഒരു ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുകയാണ്. ഏതൊക്കെയാലും ഞാൻ ആദ്യമേ വിളിച്ചത് ചാണ്ടിയുമ്മനെ തന്നെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഒന്ന് പറഞ്ഞു അത് വേറെ ആരോ മിസ്ഗൈഡൻസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവിടെയുള്ള ഭാരവാഹികളെ ഞാൻ നമ്മുടെ കേരള കോൺഗ്രസ് ഭാരവാഹികളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ CIയെ വിളിച്ച് സംസാരിച്ചു. ഇമ്മീഡിയറ്റായിട്ട് ആളിനെ കണ്ടുപിടിച്ച് നടപടി എടുക്കണം. അപ്പം അവിടെ നിന്നുള്ള പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ വ്യക്തി ചെറിയ കല്ലൊക്കെ കുടിച്ചിട്ട് മാനസികമായ ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ളതാണ്, അലഞ്ഞു നടക്കുന്നതാണ്. അവിടെ ചെന്ന് അവിടെ വൈദികരുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം വീട്ടിട്ട് പോയി എന്ന് ഏതായാലും CCTV വളരെ ക്ലിയറാണ് എന്ന് വളരെ കൃത്യമായിട്ട് കണ്ടു. അത് ഏതൊക്കെയാലും അതിൻ്റെതായിട്ട് ആളിനെ കണ്ടുപിടിച്ച് കർശനമായ നടപടി എടുക്കും. പക്ഷെ അത് അനാവശ്യമായി മീഡിയയ്ക്കകത്തിട്ടു അതൊരു വാർത്തയാക്കി അങ്ങനെയെല്ലാം ആരെയും ഇച്ചിരി വിവരമുള്ള ആളല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊരു സംഭവം നടന്ന ഉടനെ തന്നെ പുനരത്തി അമ്പലത്തേന് വാഴ വെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞോളെ അങ്ങനെ കിടന്ന് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വേദനയുള്ള ഒരു കാര്യമാണ്. അത് വളരെ മനസ്സിന് വലിയ വേദനയാണ്. ഞാൻ അതുകൊണ്ട് ആ പടം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നോക്കിയത് എന്താണ് സംഭവം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ല, ആ മണ്ഡലം ഞാനിവിടെയല്ലേ, ആ മണ്ഡലത്തിലുള്ള അതിൻ്റെ കേരള കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ CPM കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് പരാതിയുടെ ഈ കോപ്പി അവിടുത്തെ റിസീപ്റ്റ് നമ്പർ ഉണ്ട്. അതാ ഞാൻ മുമ്പേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഞാനൊരു വാക്ക് പറഞ്ഞത് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അവസാനത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ LDF മാപ്പ് പറയുന്നത് അതല്ല. അപ്പം അവർ തന്നെ പോലീസും പറഞ്ഞു, അവിടുത്തെ വൈദികരും പറഞ്ഞു, അവർ കണ്ടു കൊണ്ടിടുന്നല്ല ഈ കാറെ അത് നശിപ്പിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പോലീസിന് എനിക്ക് കിട്ടിയ വിവരം. അത് ഞാൻ പറഞ്ഞത് അതൊക്കെ പൊളിറ്റിക്കലൈസ് ചെയ്യാതെ ഇതൊക്കെ ഒരു വളരെ മോശമാണ്. നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ പോയി ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൈസ് ചെയ്യുന്നു, വളരെ മോശം. ആരാണത്? ഏത് ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ്. അതിനകത്ത് പൊളിറ്റിക്കലൈസ് ചെയ്ത് പൊളിറ്റിക്കയിലുണ്ടോ എന്ന് നോക്കരുത്. തീർച്ചയായിട്ടും ഞാനത് ആരാണെങ്കിലും കർശനമായ നടപടി എടുക്കും.